പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ജനങ്ങളെ, കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോ 25-30 മിനിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ അവസാനിപ്പിക്കും. അത് അപ്ലോഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഇത് ഞാനിന്ന് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഭാരത് സൊല്യൂഷൻ ഒരു 10 സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ എനിക്കിതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സംഗീത മൂടുകൾ എന്ന് പറഞ്ഞാലേ, ഒരെണ്ണം നഷ്ടപ്പെടുവാനില്ലൊന്നും ഈ കൈവിലങ്ങുകളല്ലാതെ, കിട്ടാനുണ്ടൊരു ലോകം, നമ്മളെ നമ്മൾ ഭരിക്കും ലോകം, ധീരനൂതന ലോകം. ഇതൊരു മൂടുണ്ട്. അതിനൊപ്പം തന്നെ ഇലയും പൂവും മുട്ടും ഇറുത്തെടുത്തർപ്പിച്ചിടാൻ, തലകുമ്പിട്ടു തരും പൂങ്കൊമ്പുകൾ തഴച്ചു വളരുന്നുണ്ടിവിടെ, അടിമുടി സേവന വാസന വിതറി അമ്മയ്ക്കർപ്പിച്ചിടാനായി, പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ. ആ പാട്ട് ഏത്? പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ, പുണ്യവാഹിനി സേജനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ. എനിക്ക് 2 മൂടുണ്ട് എന്നെ സംബന്ധിച്ച്. അതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയപരമായിട്ട് എനിക്ക് ഹിന്ദു മഹാസഭയുടെ ആളായിട്ട് നിൽക്കാനാണ് പറ്റുള്ളൂ. അതാകുമ്പോൾ RSS വേണ്ടത് RSSകാർക്ക്, BJPക്ക് വേണ്ടത് BJPക്ക്, കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടത് കമ്മ്യൂണിസ്റ്റിന്, കോൺഗ്രസിന് വേണ്ടത് കോൺഗ്രസിന്. ജനങ്ങളെ ശരിക്കും സേവിക്കാൻ ആർക്കാണോ ഇഷ്ടം, അത് ഭാരത് സൊല്യൂഷൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ സെക്ഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാജ്യത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ നടക്കും. ഒന്ന്, ടാക്സ് ഫ്രീ കൺട്രി ആവും നമ്മൾ എന്തിനാണ് ടാക്സ് കൊടുക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾ. 2, റിഡക്ഷൻ ഓഫ് പെട്രോൾ പ്രൈസ്. വളരെ ചീപ്പായിട്ട് കുറയ്ക്കാം, നല്ലൊരു ആവറേജെങ്കിലും കുറയ്ക്കാം. അതിൻ്റെ തിയറി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. അതേപോലെ റിഡക്ഷൻ ഓഫ് കമ്മോഡിറ്റീസ്. പിന്നെ ഒരു ഒറിജിനൽ ബാങ്കിങ് സിസ്റ്റം. സോൾവിങ് ഓഫ് ഓൾ പ്രോബ്ലംസ് ഓഫ് വുമൺ. ഇപ്പോൾ ഒരു രാജ്യത്ത് ഒരു സ്ത്രീയുടെ പ്രശ്നങ്ങൾ തീർന്നു കഴിഞ്ഞാൽ ആ ഫാമിലിയുടെ പ്രശ്നങ്ങൾ തീരുന്നതാണല്ലോ. നമ്മളിവിടെ കാണണമെന്നല്ല, മൊത്തത്തിൽ രാജ്യത്തെ കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ദാരിദ്ര്യം എന്ന് പറഞ്ഞ സംഭവം രാജ്യത്ത് ഉണ്ടാവില്ല. പിന്നെ ഉണരുന്ന ഹിന്ദു എങ്ങനെയാണെന്ന് അടുത്ത സെഷനിൽ പറയാം. പിന്നെ അബോളിഷൻ തന്നെ ആയിരിക്കും ആ വാക്ക് എന്ന് തോന്നുന്നു എനിക്ക്. അബോളിഷൻ ഓഫ് ടെററിസം ആൻഡ് മാവോയിസം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതെങ്ങനെ അവസാനിപ്പിക്കുക എന്നുള്ളത് പറയുന്നതായിരിക്കും. പിന്നെ ആര്യ യൂറോപ്പ് എൻട്രി തിയറി, യൂറോപ്പിൽ നിന്നാണോ ആര്യന്മാർ ആദ്യം ഇങ്ങോട്ട് വന്നതെന്നുള്ള കാര്യങ്ങൾ, അതിൻ്റെ സയൻറ്റിഫിക് റീസൺ പറയുന്നതായിരിക്കും. സോൾവിങ് ഓഫ് ഓൾ ലാംഗ്വേജ് റിലേറ്റഡ് പ്രോബ്ലംസ്. തമിഴിൻ്റെ ശ്രേഷ്ഠത, ഹിന്ദിയുടെ ശ്രേഷ്ഠത, അങ്ങനെ എല്ലാ ലാംഗ്വേജിൻ്റെ പ്രശ്നങ്ങൾ തീർക്കുന്നതായിരിക്കും. ഇത്രയും കൂടി കൃത്യമായിട്ട് അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും എക്സെട്ര മീൻ സോൾവിങ് ഈച്ച് ആൻഡ് എവരി പ്രോബ്ലംസ് ഓഫ് അവർ കൺട്രി, അതും സംഭവിക്കുന്നതായിരിക്കും. അതാണ് ഭാരത് സൊല്യൂഷൻസ്. പിന്നെ എത്രയോ 5 മിനിറ്റായി, എന്തൊരു സമയം പോണം.
പിന്നെ ഇന്നലെ ഒരു സന്തോഷം എന്നാണോ ദുഃഖമാണോ എന്നറിയില്ല. സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന കാലത്ത് നമുക്കൊരു സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പേര് പറഞ്ഞാലൊക്കെ ഇപ്പോൾ ഇഷ്ടാവുമെന്ന് അറിയില്ല. ആള് കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെ തൽക്കാലം ആളെ ജി എന്ന് വിളിക്കാം നമുക്ക്. ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ ഗൾഫിലായിരുന്നപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നല്ല സംഗീത പ്രിയായിരുന്നു. ഗേളാന്ന് എന്നോട് പറഞ്ഞങ്ങനെ എനിക്ക് അത്ര അറിയുള്ളൂ, ഫോട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം സ്വപ്നത്തിൽ കയറി വന്നു. ഈ ലേഡിയാണോ ഗായാവ് കൊണ്ടെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് പല പല അത്ഭുതങ്ങളും പേടികളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വിറയലൊക്കെ വരുന്നുണ്ട് എനിക്കിപ്പോൾ. അതങ്ങനെ ആ ലേഡി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ള ഒന്ന്, ഒരുപാട് പാട്ടുകൾ. ആള് എന്ന ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടിലൊന്ന് ഞാൻ ആദ്യം നമുക്ക് എന്നെ സംബന്ധിച്ച് പാട്ടുകൾ ആദ്യ കേൾവിയിൽ തന്നെ ഇഷ്ടമാണെന്നുള്ള എല്ലാവരുടെയും കേസൊക്കെ അറിയില്ല. ചിലർ കുറേ പ്രശ്നം കയറിയിട്ട് ഇഷ്ടമാണവരുണ്ടാവും. എനിക്ക് എന്നെ സംബന്ധിച്ച് ആദ്യത്തെ ഇതിൽ തന്നെ സംഗീതത്തിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ ആൾ തന്നൊരു പാട്ടാണ് ഈ മന്ത്രം പോലെ എന്ന് പറഞ്ഞ പാട്ട്. അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്, എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല പാടാൻ. എന്നാലും മന്ത്രം പോലെ മൗനമുറങ്ങും മന്ത്രമുണന്നതുപോലെ എന്ന് പറഞ്ഞ പാട്ട്. സിനിമയുടെ പേര് മറന്നു. പിന്നെ ആ ലേഡി ഒരുപാട് പ്രപഞ്ചത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. ഭയങ്കര അറിവാണ് ആ ലേഡിക്ക്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത്, എൻ്റെ ക്ലാസ്സുകൾ അടുത്ത് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഞാനൊരു 3-4 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റണില്ല. ഒന്നാമത് തന്നെ ഒരു പേടി, സത്യമാണോ നുണയാണോ എന്ന് അറിയില്ല. ഇത് കൺട്രോൾ ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല എനിക്ക് ആരെങ്കിലും. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് എത്ര കൊല്ലമായിട്ട് തുടങ്ങിയിട്ടെന്നാണ്, ആരാ അതിൻ്റെ അഡ്മിൻ നമുക്ക് അറിയില്ല. ഇതന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് അടിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കും. പിന്നെ അപ്പോൾ അദ്ദേഹം നമ്മുടെ ഒരു ശ്രോതാവ് ആവുകയാണെങ്കിൽ തന്നെ ആൾക്ക് ഒരു സ്റ്റാർട്ടിങ് എൻ്റെ ക്ലാസ് തുടങ്ങുന്നത് ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് ടു അണ്ടിൽ ദിസ് മൂവ്മെൻറ്റ് എവറിത്തിങ് ഐ വിൽ പ്രൊവൈഡ് ടു. പ്രപഞ്ചത്തിൻ്റെ ആരംഭം തൊട്ട് ഈ നിമിഷം വരെ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചു. എന്താണ് പ്രപഞ്ചം, എന്തെല്ലാം കാര്യങ്ങളിലൂടെ നടന്നിട്ടുള്ളത്, അത് ഈ നിമിഷം വരെ എങ്ങനെ എന്തെല്ലാം സംഭവിച്ചു എന്നുള്ളത് ഏറ്റവും സരസമായും ലളിതമായും പറഞ്ഞു തരാൻ കഴിവുള്ള ഒരേ ഒരാളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ അത്രയും അഹങ്കരിക്കേണ്ട പൊസിഷനാണ് ഞാൻ കരുതുന്നില്ല. പക്ഷേ എനിക്കതിനുള്ള കഴിവുണ്ടെന്ന് ഞാൻ കരുതുന്നു. പിന്നെ അപ്പം ഈ ജി ആരാണെന്നുള്ളത് ആളെന്നെയാണെന്ന് എനിക്ക് അറിയില്ല, എനിക്ക് ഉറപ്പില്ല കേട്ടോ. അല്ലാത്ത കാര്യം ഞാൻ ഫോട്ടോ കണ്ടിട്ടില്ല ആളെ. പക്ഷെ എനിക്ക് ഞങ്ങൾ ഭയങ്കര കമ്പനിയായിരുന്നു. പിന്നെ പിരിഞ്ഞു. ഇപ്പം എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല, ഓർമ്മയില്ല. കുറേ നാളായിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ സജീവമല്ല. ഫ്രണ്ട്ഷിപ്പുകളൊക്കെ അങ്ങനെ പോയി. അതെ, പിന്നെ എനിക്ക് ഇത്തിരി പേടിയുണ്ട്. ആളാണോ സ്വപ്നത്തിൽ കയറി വന്നതെന്ന് ആലോചിച്ചിട്ട്. അപ്പം പ്രപഞ്ചോൽപത്തി മുതൽ ഈ നിമിഷം വരെ നിങ്ങൾ അറിഞ്ഞതും കുറച്ചറിഞ്ഞതും അറിയാത്തതുമായ എല്ലാ കാര്യങ്ങളും ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എനിക്ക് പറയുന്നത്, പക്ഷേ ഈ 150 കോടി ജനങ്ങൾ സന്തോഷമായിരിക്കും എൻ്റെ ശത്രുവായി കാണാതിരിക്കുക. അത് ഞാൻ എപ്പോഴും പറയണതാ. അത് നിങ്ങളുടെയൊക്കെ ആരെങ്കിലും, ഇതിപ്പോൾ ക്യാമറ വച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് എടുത്ത് ഉറപ്പൊന്നുമില്ല. എന്നാലും നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾ ഇറങ്ങുന്നിടത്തും എവിടെയെങ്കിലുമൊക്കെ ക്യാമറ വയ്ക്കുകയാണ്, നിങ്ങളൊരു പേഴ്സണലി ഡോട്ട് ഇട്ട് നിരീക്ഷിക്കുകയും ഇത് ഇറങ്ങുമ്പോൾ തന്നെ വാട്സപ്പിലേക്ക് പോവുക ചെയ്ത് നിങ്ങൾക്ക് പേടിയാവില്ലേ? പ്രത്യേകിച്ച് നമ്മളെ പോലെയൊക്കെ ഈ തീവ്രവാദത്തിനെതിരെയൊക്കെ സംസാരിക്കുന്ന ആളെ സംബന്ധിച്ച് എവിടെയും ശത്രുക്കളാണ്. ഇത് നിർത്താൻ എന്താണ് വഴി, ഇനി തോന്നണമെന്നാണെന്ന് അറിയില്ല. ഇതാണ് എൻ്റെ അവസ്ഥ. ഇത്രയും നല്ല ഇതെടുക്കുന്ന എനിക്ക് ഈ പേടിയുണ്ട്. ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് എന്നെ പൂട്ടിയതാരാന്ന് എനിക്കൊരു പെടുത്തില്ലടൂ. ഗംഭീര തല. പിന്നെ ഞാൻ പോലീസിനെ സ്നേഹിക്കുന്ന ഒരാളാണ്. കാരണം നമ്മുടെ ജിൻസാറൊക്കെ എൻ്റെ നല്ല കൂട്ടുകാരനായിരുന്നു. പിന്നെ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരെ നയമുണ്ട്. അവരിഷ്ടത്തിനേ നീങ്ങുള്ളൂ. നമുക്ക് കൂടുതലൊന്നും പോലീസിനെ കുറിച്ച് പറയാൻ താല്പര്യമില്ല. അതൊക്കെ അവരുടെ ഇഷ്ടം. അപ്പോൾ 150 കോടി ജനങ്ങൾ സന്തോഷമായിരിക്കും, എന്നെ ശത്രുവായി കാണാതിരിക്കും.
പിന്നെ ഇന്നും ഫോട്ടോ കാണിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നൊന്നും ഷെയർ ചെയ്തിട്ടില്ല. പിന്നെ അതിനൊരു കോൺഫിഡൻസ് വന്നിട്ടില്ല എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടെയാണ് പോകുന്നത്. ഇതിപ്പോൾ ഒരു മെസ്സേജ് വന്നു ടെമ്പറേച്ചർ കുറയ്ക്കാൻ പറഞ്ഞിട്ട്. ടെമ്പറേച്ചർ ഒന്നും ഇല്ല, എന്നാലും ഒരു പേടി. അല്ല, ഇതൊക്കെ നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു എന്നേ. എന്ത് ചെയ്യാൻ പറ്റും? ഒരായത്തിന് ഉപകരിക്കുന്ന രീതിയിൽ നീങ്ങിയാലേ പറ്റുള്ളൂ. ഇത് എങ്ങനെയാണ് ഞാൻ ഈ ഒരു കൂട്ടം സ്ത്രീകൾക്ക് ശത്രുവായത് എനിക്കൊരു പിടുത്തം കിട്ടണില്ലേ. വന്നതിൻ്റെ ടൈമിങ്ങിൽ എൻ്റെ മുമ്പിൽ ഞാൻ വരുന്നറിഞ്ഞ് അങ്ങനെയൊക്കെ നിന്നില്ലെങ്കിൽ അവർക്ക് ടെൻഷനായ പോലെ ഇപ്പോൾ ആരോ ഒരു വലിയ തല കളിക്കുന്നുണ്ട് എൻ്റെ പിന്നിൽ. ഇത് എന്താണ് ഇവരെ ബേസിക് എന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെ നിൽക്കണു. ഈ പറഞ്ഞത് തന്നെ ഇപ്പം ഇതിൻ്റെ ഒരു ചിലപ്പോൾ സർക്കാരിന് ഒന്നുകൊണ്ട് കത്തുകൾ അയക്കാനായിരിക്കും. പിന്നെ ഞാനൊരു കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു മോദി സർക്കാരിന്. ഞാൻ പറയാന്ന് വെച്ചാൽ അത് RSS സർസംഘചാലകും യോഗി ആദിത്യനാഥും മോദിജിയും അമിത്ഷായും 4 പേരും ഒരുമിച്ചിരുന്ന് വായിക്കാനാണ് ഞാൻ പറയുള്ളൂ. നിങ്ങൾ 4 പേരും ഒരുമിച്ചിരുന്ന് വായിക്കണത് ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു 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 ദിവസം അല്ലെങ്കിൽ ഒരു ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം, ഇതിനിടയിൽ നമ്മുടെ രാജ്യത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അതിന് നിങ്ങൾക്ക് നല്ലൊരു ഇപ്പം നമ്മുടെ മിലിറ്ററി നല്ല കൃത്യമായിട്ട് പോകുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. മിലിറ്ററി സഹായിക്കാണ്ട്, നിങ്ങളെ സംസ്ഥാന പോലും സഹായിക്കാണ്ട്, സംസ്ഥാന പോലീസും. അപ്പം അങ്ങനെ നിൽക്കണം. ഞാനിപ്പോൾ ഇതൊന്ന് FBയിൽ റീൽസിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഇത് ലൈവായിട്ട് പോകേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അറിയാത്ത കാര്യം നമ്മൾ പറയാനും പാടില്ല. ദയവേത് ആരെങ്കിലും ഞാൻ അതന്നെ പറഞ്ഞിട്ടെന്താ കാര്യം. അപ്പോൾ ഇതിങ്ങനെ പോട്ടെ. ഭാരത് മാതാ കി ജയ്. ഈ രാജ്യം നന്നാവില്ലേ? നന്നാക്കണം. ഇതിൻ്റെ ഇടയിൽ എക്സിറ്റിൽ ഒരുപാട് ബ്രാഹ്മണ്യടക്കം ഒരുപാട് കാര്യങ്ങൾ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക്. എല്ലാവരും നമ്മുടെ നാട്ടിൽ ഒരാൾ നന്നാവണത് കണ്ട് ആരും ദേഷ്യപ്പെടുകയോ കണ്ണുകടി ഉണ്ടാവുകയോ ചെയ്യരുത്. എൻ്റെ കാര്യത്തിൽ പിന്നെ ബലി കൊടുക്കപ്പെട്ട മൃഗമായതുകൊണ്ട് ചിരിക്കാൻ പോലും എനിക്ക് അവകാശമില്ല, സന്തോഷിക്കാൻ അവകാശമില്ല. ഞാൻ പെട്ടു മൊത്തത്തിൽ. അൽഫോൺസ് പുത്രനൊക്കെ പെട്ടെന്ന് പറഞ്ഞിട്ട് അത്രയും ഞാനാ പെട്ടാ ശരിക്കും. അൽഫോൺസ് പുത്ര അതിൻ്റെ ഒരു ഭാഗ്യം. എന്നാലും എന്നെ കുറിച്ച് കഥ എഴുതി ഒരാൾ പോലും പറയാണ്ട് കൂട്ടുകാരന്മാരൊക്കെ അത് അവരുടെ കൂടെ നിന്ന് സിനിമാക്കാരുടെ ഒപ്പം. ഇങ്ങനെയായിരുന്നേ. ഇതിന് സ്റ്റാർട്ടിങ് പോയിന്റ് ഇല്ല. ഇതിന് എന്നെ പോലെ വേറെ ആൾക്കാരുണ്ട് ഇനി. അതൊക്കെ നമുക്ക് പിന്നെ 13 മിനിറ്റ് 13:15 അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ. കട്ടൻ ചായ വിത്ത് കൃഷ്ണദാസ് എന്നുള്ളത് ഭാരത് സൊല്യൂഷനായി. അതിൻ്റെ പ്രോഗ്രസ്സാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ പര്യവസാനിക്കും നമുക്ക് വിചാരിക്കാം. ഏറ്റവും ബുദ്ധിയുള്ള ജനങ്ങളായിരിക്കണം നമ്മൾ. ഓക്കെ, നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.